സെയിൻ വേൾഡ് ബ്യൂട്ടിഫുൾ ആൻഡ് നാച്ചുറൽ വ്ളോഗ്. വിരിഞ്ഞു നിൽക്കുന്ന കൊങ്ങിണിപ്പൂവിൻ്റെ മനോഹരമായ കാഴ്ച. സൂര്യകിരണങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടി കൈകൾ നീട്ടുന്നത് പോലെയാണ് ഇവയുടെ ചില്ലകൾ ഓരോന്നും വെയിലുള്ള ഭാഗത്തേക്ക് നീണ്ടു വളർന്നുകൊണ്ടിരിക്കും. എത്ര കണ്ടാലും മതി വരാത്ത കലാഞ്ചിയപ്പൂക്കളുടെ സൗന്ദര്യം മനമയക്കുന്നത് തന്നെയാണ്. പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ. അവിടുന്ന് അങ്ങോട്ട് കൊങ്ങിണിയും ബൊഗൻവില്ലയും ബിഗോണിയയും എങ്ങനെ പോകുന്നു ചെടികളുടെ നീണ്ട നിര. വർഷകാലത്തിൻ്റെ ആകുലതകളൊക്കെ കഴിഞ്ഞു, നല്ല ചൂടൊക്കെ ആയി. ഇനി ചെടികൾ നന്നായി നനച്ചു കൊടുക്കണം. ജെറവറയും കോളിയോസ് പ്ലാന്റുമൊക്കെ ഗാർഡന് ഭംഗി കൂട്ടുന്നുണ്ട്. ഫിറ്റോണിയ കൂട്ടത്തിൽ മാറി നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇവിടെ ചെടികളെ പോലെ തന്നെ ഗപ്പിയും വാട്ടർ കാബേജും ഒക്കെ വളരുന്നുണ്ട്. വേനൽക്കാലം എത്തിയാൽ ചട്ടികളൊക്കെ തേച്ച് മിനുക്കി സുന്ദരികളാക്കി വെക്കും. എല്ലാവരും സൗന്ദര്യമുള്ളതായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് എനിക്ക്. ചട്ടി നിറയെ തിങ്ങി നിറഞ്ഞ് ചെടി നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. ചട്ടി നിറയാതെ നിൽക്കുന്ന ചെടികളൊക്കെ ഞാൻ വീടിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് മാറ്റി വെക്കാറുള്ളത്. ഇനി ഗാർഡൻ വിശേഷങ്ങൾക്കിടയിൽ നമുക്കൊന്ന് കിച്ചണിലേക്ക് പോകാം. ചെറിയൊരു ചായ നിർബന്ധമാണ് രാവിലെ. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ തിരക്കുകളിലേക്ക്. ഇന്ന് ചിക്കൻ കറിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി സവോള, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് തൊലി കളഞ്ഞ് ചതക്കിയെടുക്കണം. അതിനിടയിൽ നമുക്ക് ചപ്പാത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരൽപ്പം കറിവേപ്പില പൊട്ടിക്കണം. കുറച്ച് തുളസിയില പൊട്ടിച്ചിട്ടുണ്ട്, നമ്മുടെ ലവ് ബേർഡ്സിന് ഇട്ട് കൊടുക്കാനാണ്. ഇത് മാങ്ങഞ്ചിയാണ്, ചെറിയൊരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാം എടുത്ത് നമ്മൾ തൊടിയിൽ നിന്നും കയറി ലവ് ബേർഡ്സിൻ്റെ കൂട്ടിലേക്ക് നമ്മൾ തുളസിയില ഇട്ട് കൊടുക്കുകയാണ്. അവർക്ക് തുളസിയില നല്ല ഇഷ്ടമുള്ളൊരു തീറ്റയാണ്. ഇവർക്ക് വരാവുന്ന ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ നമുക്ക് ഈ തുളസിയില ഇട്ട് കൊടുത്ത് മാറ്റിയെടുക്കാം. നല്ല സന്തോഷത്തോടെ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഇനി കാണേണ്ട കാഴ്ച ഇതാണ്. 11 കുഞ്ഞുങ്ങൾ പുതുതായി വിരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള മക്കളാണ്. ബ്ലാക്കും ക്രീമും പുള്ളിയും ഒക്കെ ഉണ്ട്. വിരിഞ്ഞിറങ്ങിയിട്ട് 3 ദിവസമായിട്ടുള്ളൂ. സ്റ്റാർട്ടറാണ് ഇവർക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ബ്രെഡ് ഇതുപോലെ പൊടിച്ച് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ മക്കളൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി വരുന്ന ബ്രെഡ് കഷ്ണങ്ങൾ ഞാൻ ഇതുപോലെ എടുത്തു വെച്ച് ഇവർക്ക് ഇട്ട് കൊടുക്കും. തടി ഈർന്ന് കിട്ടുന്ന ഈർച്ചപ്പൊടിയാണ് ഞാൻ ഇവർക്ക് കൂട്ടിൽ വെതറി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പൊടി ഇട്ട് കൊടുത്ത കൂട് ഏത് സമയത്തും നല്ലൊരു വൃത്തിയാണ് നമുക്ക് കാണാൻ. അവർക്ക് ചിക്കാനും പെറുക്കാനും ഒക്കെ ഒരു ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ പൊടിയിട്ട് കൊടുക്കുന്നത്. സമയം നല്ല ഉച്ചയായിട്ടുണ്ട്. ഇനിയുള്ളതൊക്കെ വളരെ ധൃതിയോടെയാണ്. ഉച്ചയിലേക്ക് ബീഫാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ ബീഫ് റെഡിയാക്കുന്നത്. ചോറ് നമ്മൾ വിറകടുപ്പിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനിടയിൽ നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഉള്ള വേസ്റ്റൊക്കെ ചെടികൾക്കും മറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ സൗന്ദര്യം നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സമയമൊക്കെ നമ്മൾ
ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നതിന് ശേഷം ബെഡ്റൂമിലേക്ക് പോവാറാണ് പതിവ്. ഒരല്പം റെസ്റ്റ് എടുക്കണം. സെയിൻ നേരത്തെ തന്നെ ബെഡിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ പരാക്രമങ്ങളൊക്കെ ബെഡിൽ കാണാനും ഉണ്ട്. എന്തായാലും ഇനി ഉറങ്ങി എണീറ്റതിന് ശേഷം, ഉറങ്ങുന്ന സമയത്ത് നല്ല സൈലൻ്റ് ആയിട്ട് വേണം എനിക്കുറങ്ങാൻ. ലൈറ്റൊക്കെ കിടത്തി ഇനി ഞങ്ങളൊന്ന് സുഖമായി ഉറങ്ങിയിട്ട് വരാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം.